ഹായ് മക്കളെ, വെൽക്കം ടു CC പ്ലസ്. എന്റെ പേര് ലൈന PS. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSE ആറാമത്തെ ചാപ്റ്റർ ആയ മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ എവരിഡേ ലൈഫ് എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? അപ്പോൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ചാപ്റ്റർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിച്ചെടുക്കാനാണ് നോക്കുന്നത്. വളരെ കുറഞ്ഞ സമയം, ഒരു 15 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ ഈ ഒരു ചാപ്റ്റർ പഠിച്ചെടുക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ എവരിഡേ ലൈഫ് നമുക്ക് ചുറ്റും നോക്കിയാൽ, ഡെയിലി ലൈഫിൽ നമ്മൾ ചുറ്റും നോക്കിയാൽ ധാരാളം സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ധാരാളം മെത്തേഡ്സ് കാണാൻ പറ്റും. ഇപ്പൊ ഡെയിലി നമ്മൾ ചായ കുടിക്കുമ്പോൾ ഒരു അരിപ്പ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചായ അരിച്ചെടുക്കുന്നുണ്ട് അല്ലെ? അതിലുള്ള ചായപ്പൊടി സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിക്കുന്നുണ്ട്. അതേപോലെ ജ്യൂസ് ആണെങ്കിലും ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ അരിപ്പ യൂസ് ചെയ്തിട്ട് ജ്യൂസിൽ നിന്നും ചില സബ്സ്റ്റൻസിനെ മാറ്റുന്നുണ്ട്. അതേപോലെ അരിയിൽ കല്ലുണ്ടെങ്കിൽ കല്ല് പെറുക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം സെപ്പറേഷൻസ് നമ്മൾ നടക്കുന്നുണ്ട്. സെപ്പറേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഡെയിലി ലൈഫിൽ. ആ ഒരു മെത്തേഡ്സ് എന്തൊക്കെയാണെന്നാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മിക്സ്ചേഴ്സ് എന്താണെന്ന് നോക്കാം. മിക്സ്ചറിൽ നിന്നാണ് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അല്ലേ? അപ്പൊ മിക്സ്ചേഴ്സിൽ നിന്നാണ്, മിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ സബ്സ്റ്റൻസ് കൂടി ചേർന്നിട്ട് മിക്സ്ചേഴ്സ് ഉണ്ടാവാം. ഇതിൽ നിന്നാണ് സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ എന്താണ് മിക്സ്ചർ? മിക്സ്ചർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 or more substances mixed together in any ratio and the substance can be separated by simple physical method. അപ്പൊ സിമ്പിൾ ഫിസിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് മിക്സ്ചേഴ്സിൽ നിന്നും സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മിക്സർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കുന്നത് ഈ ഒരു ഇമേജ് ആണ്, മിക്സർ അല്ലെ? നമ്മൾ കഴിക്കുന്ന മിക്സർ. ഈ മിക്സറിന് മിക്സർ എന്ന് പേര് വരാൻ കാരണം എന്താ? കാരണം ഇതിൽ ധാരാളം സബ്സ്റ്റൻസ് മിക്സ് ചെയ്തിട്ടാണ്. പല കളേഴ്സിൽ ഉണ്ടാവും അല്ലെ? മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്, ഇങ്ങനെയുള്ള പല കളേഴ്സിലുള്ള മിക്സേഴ്സ്, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് മിക്സ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ കടല കാണാൻ പറ്റും. കടല ഉണ്ട്, പീനട്ട് ഉണ്ട്, അതേപോലെ കറിവേപ്പില ഉണ്ട്. ഇങ്ങനെ പല സബ്സ്റ്റൻസ് മിക്സ് ചെയ്തിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഈ ഒരു ഫുഡിന് നമ്മൾ മിക്സർ എന്ന് പേര് കൊടുത്തത്. അതേപോലെ ചായ ആണെങ്കിലോ, ചായയിലാണെങ്കിലും വെള്ളം, പഞ്ചസാര, ചായപ്പൊടി, ഇത്രയും കാര്യങ്ങൾ ചായയിൽ കിട്ടും. നോക്കി, ഇത് ചളിവെള്ളമാണ്. ചളിവെള്ളത്തിൽ എന്താണ്? വെള്ളവും ചളിയും ഉണ്ടല്ലേ? അല്ലെങ്കിൽ മണല്, വെള്ളവും മണ്ണും കൂടിയിട്ടാണ് ചളിവെള്ളം ഉണ്ടാവുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് മിക്സ്ചേഴ്സ് എന്ന് പറയാം. കാരണം രണ്ടോ അതിലധികമോ സബ്സ്റ്റൻസ് കൂടിച്ചേർന്ന് ഉണ്ടാക്കുന്നതിനാണ് മിക്സർ എന്ന് വിളിക്കുന്നത്. എ മിക്സർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 or more substances. രണ്ടിലധികം സബ്സ്റ്റൻസ് കൂടിച്ചേർത്താൽ മിക്സ് ചെയ്താൽ മിക്സർ എന്ന് പറയാം. ടുഗദർ ഇൻ എനി റേഷ്യോ അങ്ങനെ പ്രത്യേക റേഷ്യോ വേണമെന്നില്ല. ഇപ്പൊ ചായയും ഈ മിക്സേഴ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ സെയിം അളവ് തന്നെ ഈ കടല എടുക്കണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം. പല സബ്സ്റ്റൻസ് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇന്ന് ഡെഫിനിറ്റ് റേഷ്യോ വേണമെന്നില്ല, ഏത് റേഷ്യോയിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാം പല സബ്സ്റ്റൻസ്. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് എന്ത് പറയുക? അങ്ങനെ കിട്ടുന്നതിനെയാണ് മിക്സ്ചർ എന്ന് വിളിക്കുക. ഇനി മിക്സ്ചേഴ്സിലെ സബ്സ്റ്റൻസ് തമ്മിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ അത് ഫിസിക്കൽ മെത്തേഡ് വഴി സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഫിസിക്കൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഹാൻഡ് പിക്കിംഗ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സെപ്പറേറ്റിംഗ് മെത്തേഡ് പഠിക്കാനുള്ളത്. എന്താണ് ഹാൻഡ് പിക്കിംഗ്? ഹാൻഡ് പിക്കിംഗ് വളരെ പേരിൽ തന്നെ ഉണ്ടല്ലേ? എന്താണ്? നമുക്കിങ്ങനെ ഈ ഒരു ഇമേജ് കണ്ടോ? അരിയിൽ നിന്നും കല്ല് പെറുക്കുന്ന ഇമേജ് ആണിത്. നമ്മൾ അരിയിൽ കുറച്ച് കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പെറുക്കിയെടുക്കുകയാണ് ചെയ്യുക. വീട്ടിലൊക്കെ കാണാൻ പറ്റും, കല്ലിങ്ങനെ പെറുക്കിയെടുക്കും. അതാണ് ഹാൻഡ് പിക്കിംഗ് എന്ന് പറയുന്നത്. ഹാൻഡ് പിക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കല്ല് കൈ കൊണ്ട് പെറുക്കിയെടുക്കുക, അങ്ങനെയുള്ള മെത്തേഡ്സ് ആണ്. ഇനി അരിയും പഞ്ചസാരയും കൂടെ മിക്സ് ആയി, അല്ലെങ്കിൽ കല്ലും പഞ്ചസാരയും കൂടെ മിക്സ് ആയാൽ നമുക്ക് കല്ലിന് വേറെ പഞ്ചസാരനെ വേറെ കാണാൻ പറ്റും അല്ലെ? അപ്പൊ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൈകൊണ്ട് തന്നെ പെറുക്കി മാറ്റാൻ പറ്റും. പഞ്ചസാരയിൽ നിന്നും കല്ലിനെ കൈകൊണ്ട് പെറുക്കി മാറ്റാൻ പറ്റും. ഇങ്ങനെ യൂസ് ചെയ്യുന്ന സെപ്പറേറ്റിംഗ് മെത്തേഡാണ് ഇത് ഹാൻഡ് പിക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഹാൻഡ് പിക്കിംഗ്, ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് അൺഡിസൈറബിൾ കമ്പോണൻസ് വിച്ച് ക്യാൻ ബി സീൻ ബൈ നേക്കഡ് ഐസ്. അപ്പൊ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സബ്സ്റ്റൻസ്, നേക്കഡ് ഐ കൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സബ്സ്റ്റൻസിനെ പെറുക്കിയെടുക്കുക. അൺഡിസൈറബിൾ സബ്സ്റ്റൻസ്, നമുക്ക് അരിയിൽ അൺഡിസൈറബിൾ ആയിട്ട് ആവശ്യമില്ലാതെ കിടക്കുന്ന സബ്സ്റ്റൻസ് ആണ് കല്ലെന്ന് പറയുന്നത്. അപ്പൊ അരിയിൽ നിന്നും കല്ല് പെറുക്കുക എന്ന് പറയുന്നത് എന്താ? കണ്ണുകൊണ്ട് കാണാൻ പറ്റുമല്ലേ കല്ലിനെ? അപ്പൊ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന അൺഡിസൈറബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ പെറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് അൺഡിസൈറബിൾ സബ്സ്റ്റൻസസ്. നമുക്ക് ആവശ്യമില്ലാത്ത കമ്പോണൻസ്, മിക്സറുള്ള ആവശ്യമില്ലാത്ത കമ്പോണൻസിനെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റുന്ന ആവശ്യമില്ലാത്ത കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാൻഡ് പിക്കിംഗ് യൂസ് ചെയ്യുന്നത്.
Next, the size, shape and color of the undesirable components are different from the main component. അപ്പോൾ ഇവിടെ ഈ ഒരു ഇമേജിൽ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് അരിയാണ്. ഇതിന്റെ അകത്ത് നോക്കിയാൽ അറിയാം അരി പോലെയല്ല കല്ല് കിടക്കുന്നത്. കല്ല് ബ്ലാക്ക് കളർ ആണ്. അതിന്റെ സൈസും ഷേപ്പും ഒക്കെ ഡിഫറെന്റ് ആണ് അല്ലേ? സൈസ്, ഷേപ്പ് അല്ലെങ്കിൽ കളർ ഇതൊക്കെ ഡിഫറെന്റ് ആണ്. അപ്പോൾ സൈസ്, ഷേപ്പ്, കളർ ഓഫ് ദി undesirable substance is different from the main component. മെയിൻ കമ്പോണന്റിൽ നിന്നും ഈ അൺഡിസൈറബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിന്റെ സൈസ്, ഷേപ്പ്, കളർ ഇതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ക്ലിയർ ആണല്ലോ? ഹാൻഡ് പിക്കിംഗ് ആണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി നെക്സ്റ്റ് മെത്തേഡിലേക്ക് പോവാം. അടുത്തതായിട്ടുള്ള മെത്തേഡ് ഏതാണ്? ത്രഷിംഗ് ആണ് നെക്സ്റ്റ് മെത്തേഡ്. അത് ഈ ഒരു ഇമേജിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഇമേജിൽ കർഷകരാണ് അല്ലെ, ഫാമേഴ്സ് ആണ്. ഫാമേഴ്സ് നെല്ല് കൊയ്തതിന് ശേഷം, നെല്ല് നമ്മൾ പറിച്ചെടുത്തതിന് ശേഷം ഉണക്കാൻ വെക്കും. നെല്ല് പറിച്ചെടുത്താൽ അത് ഉണക്കാൻ വെക്കും. ഉണക്കിയിട്ട് എന്താ ചെയ്യുന്നത്? ഉണങ്ങിയിട്ട് ഓൾറെഡി ഉണങ്ങിയ നെല്ലാണ് നമ്മൾ കൊയ്യുന്നത്. അപ്പൊ ഉണങ്ങിയതിന് ശേഷം എന്താണ്? അതിങ്ങനെ അടിക്കുകയാണ് ചെയ്യുക, ബീറ്റ് ചെയ്യും. ഏതെങ്കിലും വുഡ് ബ്ലോക്കോ ഏതെങ്കിലും മരത്തടിയിലോ ഇങ്ങനെ ടിന്നിന്റെ ബോക്സിലോ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ബീറ്റൺ ചെയ്യും. അപ്പൊ ബീറ്റൺ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? നെൽച്ചെടിയുള്ള നെല്ല് മാത്രം, ഗ്രെയിൻസ് മാത്രം പുറത്തേക്ക് വരും അല്ലെ? അതേപോലെയാണ് ഗോതമ്പ്, വീറ്റ് ആണെങ്കിലും റൈസ് ആണെങ്കിലും ഒക്കെ ആ ഒരു ഗ്രെയിൻസ് മാത്രം പുറത്തേക്ക് വരും. ആ ഒരു മെത്തേഡാണ് ത്രഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം. ഇറ്റ് മേ ബി ഡൺ ബൈ ദ ബീറ്റിംഗ് ദ സ്റ്റോക്സ്. ബീറ്റ് ചെയ്യാം, സ്റ്റോക്സ് ബീറ്റ് ചെയ്യാം. ബീറ്റിംഗ് ദ സ്റ്റോക്സ് ഓൺ ദി ഗ്രൗണ്ട് ബൈ യൂസിങ് എ മെക്കാനിക്കൽ ത്രഷർ. മെക്കാനിക്കൽ ത്രഷർ യൂസ് ചെയ്തിട്ട് ബീറ്റൺ ചെയ്യുന്നതാണ്. ഒന്നുകിൽ മെക്കാനിക്കൽ ത്രഷർ യൂസ് ചെയ്യാം, എന്തെങ്കിൽ മെഷീൻ യൂസ് ചെയ്യാം, അല്ലെങ്കിലോ നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം. അതിനെയാണ് എന്ത് പറയാ? ത്രഷിംഗ് എന്ന് പറയുന്നത്. സെപ്പറേറ്റിംഗ് ഗ്രെയിൻ ഫ്രം ദെയർ സ്റ്റോക്സ് ബൈ ബീറ്റിംഗ് ഓർ റബ്ബിംഗ്. അതാണ് മെയിൻ ത്രഷിംഗ്. എന്താണ്? സെപ്പറേറ്റിംഗ് ഗ്രെയിൻസ് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഫ്രം ദെയർ സ്റ്റോക്സിൽ നിന്നും ഗ്രെയിൻസ് സെപ്പറേറ്റ് ചെയ്തെടുക്കുക ബൈ ബീറ്റിംഗ് ഓർ റബ്ബിംഗ്. ബീറ്റിംഗ് അല്ലെങ്കിൽ റബ്ബിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഗ്രെയിൻസ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന മെത്തേഡാണ് എന്ത്? ത്രഷിംഗ് എന്ന് പറയുന്നത്. ത്രഷിംഗ് വീറ്റ് ഓർ റൈസ് ടു സെപ്പറേറ്റ് ദ ഗ്രെയിൻ ഫ്രം ദ സ്റ്റോക്സ് യൂസിങ് എ ഫ്ലെയർ ഓർ എ മെഷീൻ ടു ത്രഷ് ഗ്രെയിൻസ്. ഫ്ലെയർ അല്ലെങ്കിൽ മെഷീൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ത്രഷിംഗ് മനസ്സിലായല്ലോ? ഗ്രെയിൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക, ബീറ്റിംഗ് വഴി ഇങ്ങനെ അടിച്ചെടുത്തിട്ട് എന്ത്? ഗ്രെയിൻസിനെ നമ്മൾ ഈ ഒരു സ്റ്റോക്സിൽ നിന്നും ഈ ഒരു ചെടിയിൽ നിന്നും ഗ്രെയിൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതാണ് എന്ത് പറയുന്നത്? ത്രഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു മെത്തേഡ് നോക്കാം. അടുത്തത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത ഗ്രെയിൻസ് ഒക്കെ ഇവിടെ കിട്ടിയല്ലേ? താഴെ ഇങ്ങനെ കുറെ നെല്ലും ഗോതമ്പൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും. ത്രഷിംഗ് വഴി താഴെ കിട്ടിയ ഗോതമ്പും നെല്ലൊക്കെ എന്ത് ചെയ്യും? വിന്നോയിങ് വഴി വീണ്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. വിന്നോയിങ് വഴി എന്താ സെപ്പറേറ്റ് ചെയ്യുന്നത്? ഹസ്ക് പാർട്ടിക്കിൾസ്. ഈ ഗ്രെയിനിന്റെ ഒക്കെ മേലുള്ള നെല്ലായാലും ഗോതമ്പാണെങ്കിലും ഒക്കെ ത്രഷിംഗ് നടന്ന് കിട്ടിയാൽ അതിന്റെ മേലെ ഒരു നേർത്ത ആവരണം ഉണ്ടാവും അല്ലേ? ഒരു ലെയർ ഉണ്ടാവും. ആവശ്യമില്ലാത്ത നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരു ലെയർ പോർഷൻ ഉണ്ടാവും ആ ഒരു അരിയുടെ മേലെ. അതിനെയാണ് ഹസ്ക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹസ്ക് പാർട്ടിക്കിൾസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? വിന്നോയിങ് ആണ്. വിന്നോയിങ് എന്ന് വെച്ചാൽ എന്താ? ഇതാണ് ആ ഒരു പ്രോസസ്. ഒരു ഫാമർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മുറം എന്ന് പറയും മലയാളത്തിൽ, അല്ലെങ്കിൽ ബാംബൂ ട്രേ. നോക്കി, ബാംബൂ ട്രേ എടുത്തിട്ടുണ്ട്. ബാംബൂ ട്രേ എടുത്തിട്ട് അതിങ്ങനെ വിന്നോയിങ് നടത്തുക വെച്ചാൽ ഗ്രെയിൻസ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വെയിറ്റ് കുറഞ്ഞ ഗ്രെയിൻസ് എന്ത് ചെയ്യും? ഇങ്ങനെ കാറ്റിൽ പാറിപ്പോവും. വെയിറ്റ് കുറഞ്ഞ ഗ്രെയിൻസ് കാറ്റിൽ ഇങ്ങനെ, വെയിറ്റ് കുറഞ്ഞ ഹസ്ക് പാർട്ടിക്കിൾസ് കാറ്റിന്റെ അകത്ത് പാറിപ്പോവും. എന്നിട്ട് വെയിറ്റ് കൂടിയ ഗ്രെയിൻസ് ആണെങ്കിൽ നേരെ താഴെ വീഴും. ഗ്രെയിൻസിന് വെയിറ്റ് കൂടിയതായതുകൊണ്ട് താഴെ വന്ന് വീഴും. അങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടും, ഗ്രെയിൻസ് കിട്ടും. ഹസ്ക് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? വെയിറ്റ് കുറവായതുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ പോകും. ഓക്കെ, അപ്പൊ ഇതാണ് വിന്നോയിങ് എന്ന പ്രോസസ്. അപ്പൊ വിന്നോയിങ് എന്താണ്? വിന്നോയിങ് എന്ന് പറയുന്ന മെത്തേഡ്, ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ഹെവിയർ ആൻഡ് ലൈറ്റർ കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ ബൈ ബ്ലോയിങ് വിൻഡ് ഓർ എയർ. ഹെവിയർ അല്ലെങ്കിൽ വെയിറ്റ് കൂടിയ സബ്സ്റ്റൻസും വെയിറ്റ് കുറഞ്ഞ സബ്സ്റ്റൻസും തമ്മിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അത് വിൻഡ് യൂസ് ചെയ്തിട്ട്, കാറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? വിന്നോയിങ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ബൈ ഫാമേഴ്സ് ടു സെപ്പറേറ്റ് ലൈറ്റർ ഹസ്ക് പാർട്ടിക്കിൾസ് ഫ്രം ഹെവിയർ സീഡ് ഓഫ് ഗ്രെയിൻസ്. ഗ്രെയിൻസിലുള്ള ഹസ്ക് പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ചെയ്യാനാണ് ഫാമേഴ്സ് നോർമലി വിന്നോയിങ് യൂസ് ചെയ്യുന്നത്. അപ്പൊ വിന്നോയിങ് ഓക്കെ ആയല്ലോ? ഇനി അടുത്ത സെപ്പറേഷൻ മെത്തേഡ് നോക്കാം. സീവിങ് ആണ്. ഇത് കോമൺ ആയിട്ട് ഈ ഒരു സീവിങ് മെത്തേഡ് നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നതാണല്ലേ വീട്ടിലൊക്കെ. അരിയൊക്കെ പൊടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സീവിങ് ചെയ്യും. അരിപ്പ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ അരിക്കും. അരി എങ്ങനെയാണ് എടുക്കുന്നത്? അരിയിലുള്ള വലിയ പാർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അരിയിലുള്ള വലിയ പാർട്ടിക്കിൾസ് ഒക്കെ വലിയ
തരികളൊക്കെ എന്ത് ചെയ്യും, പൊടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സീവിന്റെ മേലെ പോയി നിൽക്കും. ബാക്കിയുള്ള ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ, ഈ ഒരു ഹോളിനേക്കാളും ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ താഴത്തേക്ക് വരും അല്ലെ സീവിങ് വഴി. അപ്പൊ ഈ അരിപ്പ യൂസ് ചെയ്തിട്ട് നമ്മൾ വേറെന്തൊക്കെ ചെയ്യുന്നുണ്ട് സീവിങ് വഴി? ചായയിലുള്ള ചായപ്പൊടി അരിക്കുന്നുണ്ട് അല്ലെ, ചായപ്പൊടിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അപ്പൊ നോക്കാം സീവിങ് എന്താണ്. ഇഫ് ദ കൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മിക്സ്ചർ ഹാവ് പാർട്ടിക്കിൾസ് ഓഫ് ഡിഫറെന്റ് സൈസ്, ഡിഫറെന്റ് സൈസ് ഉള്ള പാർട്ടിക്കിൾസ് ആണെങ്കിലാണ് സീവിങ് യൂസ് ചെയ്യുന്നത്. പാർട്ടിക്കിൾസ് ഓഫ് ഡിഫറെന്റ് സൈസ്, they can be separated with the help of a sieve. ഡിഫറെന്റ് സൈസുള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ നമുക്ക് സീവ് യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ദ സൈസ് ഓഫ് ദ പോർസ് ഇൻ ദ സീവ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ കമ്പോണന്റ് ടു ബി സെപ്പറേറ്റഡ്. അപ്പോൾ ആ ഒരു സീവിലുള്ള പോർസ് എന്ന് പറയുന്നത്, ഈ ഒരു സീവിലുള്ള പോർസ് എന്ന് പറയുന്നത് ഏത് പാർട്ടിക്കിളിനെയാണോ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ടത് അതിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു പോർസ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പൊ ജ്യൂസിൽ നിന്ന് വലിയ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ ആ ജ്യൂസിലെ ഫ്രൂട്ടിലെ ആവശ്യമില്ലാത്ത പാർട്ടിക്കിൾസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനാണെങ്കിൽ കുറച്ച് വലിയ പോസ് ആണല്ലേ ഉണ്ടാവുക, ആ ഒരു സീവിന് വലിയ പോസ് ആയിരിക്കും. ഇനി ചായപ്പൊടിയാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ ആ ഒരു ചായപ്പൊടി അരിച്ചെടുക്കേണ്ടത് ചെറിയ പോസ് ഉള്ള സീവ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ പാർട്ടിക്കിൾസിനനുസരിച്ചിട്ട് ആ ഒരു സീവിലുള്ള പോസ് സൈസും ഡിഫറെന്റ് ആയിരിക്കും. ഇനി അടുത്തൊരു മെത്തേഡ് നോക്കാം, ഇവാപറേഷൻ ആണ് നെക്സ്റ്റ് മെത്തേഡ്. അപ്പൊ ഈ ഒരു ഇമേജ് നോക്കിയാൽ അറിയാം, ഈ ഒരു ബേർണർ, ബേൺസൺ ബർണർ എന്നാണ് ഇതിന് പറയുക. അത് നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന ബേർണറാണ്. ഞാനിവിടെ ബേൺസൺ ബർണർ യൂസ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അത് ചൂടാക്കുന്നുണ്ട്. വെള്ളം ചൂടാക്കുമ്പോൾ മേലത്തേക്ക് വാട്ടർ വേപ്പർ ആയിട്ട് പോകുമല്ലോ, ഇതാണ് വാട്ടർ വേപ്പേഴ്സ്. അപ്പൊ വാട്ടർ വേപ്പർ ആയിട്ട് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് വാട്ടർ മാറും ചൂടാക്കുന്ന സമയത്ത്. അപ്പൊ ഈ ഒരു പ്രോസസ് ആണ് എന്ത്, ഇവാപറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവാപറേഷൻ എന്താണ്? ഇവാപറേഷൻ, ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് വാട്ടർ ഇൻടു വാട്ടർ വേപ്പർ ഈസ് കോൾഡ് ഇവാപറേഷൻ. The process of conversion of water into water vapor is called evaporation. The process of evaporation takes place continuously wherever water is present. അപ്പോൾ ഇവാപറേഷൻ നമുക്കറിയാം, പുഴയിൽ നിന്നും കടലിൽ നിന്നൊക്കെ വെള്ളം വാപ്പറൈസ് ചെയ്ത് പോകുന്നുണ്ട്, വെള്ളം മേലത്തേക്ക് പോകുന്നുണ്ട്. നമ്മൾ കുറച്ച് ദിവസം ബക്കറ്റിൽ ഒരു വെള്ളം വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന്റെ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ റീസൺ എന്താ? അറ്റ്മോസ്ഫിയറിലെ ചൂട് അല്ലെങ്കിൽ സൂര്യന്റെ ചൂട് ഏൽക്കുമ്പോൾ തന്നെ വെള്ളം വാപ്പറൈസ് ചെയ്ത് പോകും. ആ ഒരു പ്രോസസ്സാണ് ഇവാപറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവാപറേഷൻ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്ത്, ഈ കടലിൽ നിന്നും നമ്മൾ ഉപ്പുണ്ടാക്കി എടുക്കുന്ന പ്രോസസ് ഇല്ലേ, കടലിൽ നിന്നും ഉപ്പുണ്ടാക്കുന്ന പ്രോസസ് എന്ന് വെച്ചാൽ ഇവാപറേഷൻ വഴിയാണ്. നോക്കിയേ, കടൽ തീരത്തിലൊക്കെ കടൽ വെള്ളത്തിൽ ഉപ്പുണ്ടെന്ന് അറിയാം, കടൽ വെള്ളത്തിന് ഉപ്പ് രുചിയാണ്, ഉപ്പുണ്ട്. അപ്പൊ കടൽ തീരത്തിലുള്ള വെള്ളം ഇങ്ങനെ കെട്ടിവെക്കും, വെള്ളം ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് തിരിച്ചിട്ട് ഇങ്ങനെ കെട്ടിവെച്ചിട്ട് വാപ്പറൈസ് ചെയ്ത് പോകുമ്പോ വെള്ളം വാപ്പറൈസ് ചെയ്ത് പോകും. ഇങ്ങനെ കെട്ടിവെച്ചാൽ എന്താ സംഭവിക്കുക, വെള്ളം വാപ്പറൈസ് ചെയ്ത് പോകുമ്പോ ഉപ്പ് ഇങ്ങനെ ബാക്കിയുള്ള ഉപ്പ്, വെള്ളത്തിലുള്ള ഉപ്പ് താഴെ വന്നിട്ട് ഇങ്ങനെ അടിയും. അങ്ങനെ ഈ ഉപ്പ് അടിയുന്നത് നമ്മൾ ശേഖരിക്കും. അങ്ങനെയാണ് ഉപ്പ് ഉണ്ടാക്കുന്ന പ്രോസസ്. സോൾട്ട് ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇതാണ് സോൾട്ട് മേക്കിംഗ്, ഇവാപറേഷൻ വഴിയാണ് നടക്കുന്നത്. നോക്കാം, സീ വാട്ടർ കണ്ടെയ്ൻസ് മെനി സോൾട്ട് മിക്സ്ഡ് ഇൻ ഇറ്റ്. വൺ ഓഫ് ദി സോൾട്ട് ഈസ് എ കോമൺ സോൾട്ട്. സീ വാട്ടറിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു മെയിൻ സാൾട്ട് ആണ് കോമൺ സോൾട്ട്. നമ്മൾ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്ന സോൾട്ട് ആണ് കോമൺ സോൾട്ട്. വെൻ സീ വാട്ടർ ഈസ് അലൗഡ് ടു സ്റ്റാൻഡ് ഇൻ ഷാലോ പിറ്റ്സ്, water gets heated by sunlight and slowly turn into water vapor. ഷോളോ പിച്ചിലായിട്ട് ഇങ്ങനെ സീ വാട്ടർ നമ്മൾ വെച്ചാൽ അതെന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ വാട്ടർ വേപ്പേഴ്സ് ആയിട്ട് വാട്ടർ പോകും. ബാക്കിയുള്ളത് എന്താണ്, സോൾട്ട് ആണ്. ദോ ഇവാപറേഷൻ വഴി വാട്ടർ വേപ്പേഴ്സ് ആയിട്ട് പോകും. ഇൻ എ ഫ്യൂ ഡേയ്സ് ദ വാട്ടർ ഇവാപറേറ്റ്സ് കംപ്ലീറ്റ്ലി ലീവിംഗ് ബിഹൈൻഡ് ദ സോളിഡ് സോൾട്ട്. സോളിഡ് സോൾട്ട് കംപ്ലീറ്റ്ലി അവിടെ ലീവ് ബിഹൈൻഡ് ആയിട്ട് സോളിഡ് സോൾട്ട് ആണ് അവിടെ കിടക്കുന്നത്. Common salt is then obtained from this mixture of salt by further purification. അങ്ങനെ കിട്ടുന്ന കോമൺ സോൾട്ട് എന്ന് നമ്മൾ ചെയ്യുന്നത് ഫർദർ പ്യൂരിഫിക്കേഷന് വേണ്ടി കൊണ്ടുപോകും. പിന്നെയും പ്യൂരിഫൈ ചെയ്താലാണ് നമുക്ക് കോമൺ സോൾട്ട് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ പ്രോസസ് ആണ് എന്ത്, സെഡിമെന്റേഷൻ, ഡീകാന്റേഷൻ, ഫിൽട്രേഷൻ. ഇത് മൂന്നും നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റും. സെപ്പറേറ്റിംഗ് മെത്തേഡിലുള്ള ഒരു 3 പ്രോസസ് ആണ് സെഡിമെന്റേഷൻ, ഡീകാന്റേഷൻ ആൻഡ് ഫിൽട്രേഷൻ. അപ്പൊ എന്താണ് സെഡിമെന്റേഷൻ? സെഡിമെന്റേഷൻ നോക്കിയേ, ചളിവെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട്. ചളിവെള്ളം താഴെ വന്ന് ചളിവെള്ളം നല്ലോണം മിക്സ് ചെയ്തു, ചളിയും വെള്ളവും കൂടെ നല്ലോണം മിക്സ് ചെയ്തു. അല്ലെങ്കിൽ ഞാൻ ചോക്ക് പൊടിയും വെള്ളവും കൂടെ നല്ലോണം മിക്സ് ചെയ്തു. ചോക്ക് പൊടിയാണെങ്കിലും ചളിയാണെങ്കിലും കുറച്ച് സമയം ഇങ്ങനെ വെക്കുമ്പോൾ താഴെ വന്ന് ഊറി വരും അല്ലേ, ഊർന്നിറങ്ങുക എന്ന് പറയും. ചളിയുടെ പാർട്ടിക്കിൾസ്, മണൽ പാർട്ടിക്കിൾസ്, മണൽ തരികൾ ഇങ്ങനെ താഴെ ഊർന്നിറങ്ങും. അതിന് ആ പ്രോസസ്സാണ് സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് സമയം അനക്കാതെ വെച്ചാൽ താഴത്തേക്ക് ഊർന്നിറങ്ങുന്ന പ്രോസസ്സാണ് സെഡിമെന്റേഷൻ.
ഇനി സെഡിമെന്റേഷൻ ചെയ്ത് വെച്ച ഈ ഒരു ചെളി വെള്ളം, ഈ വെള്ളത്തിന്റെ മേലെ പ്യൂറായിട്ടുള്ള വെള്ളം കിട്ടി, അതിനെ നമ്മൾ ഇങ്ങനെ ഊർന്ന് ആ ഒരു വെള്ളം മാത്രം ഇങ്ങനെ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാൻ പറ്റും. ബാക്കി എവിടെ എന്തുണ്ടാവും? ചെളി മാത്രമായിട്ട് താഴേക്കെടുക്കും. അപ്പൊ വെള്ളം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കാൻ പറ്റും. ആ ഒരു പ്രോസസ്സാണ് ഡീകാൻറ്റേഷൻ എന്ന് പറയുക. ഡീകാൻറ്റേഷൻ, വെള്ളം മേലെയുള്ള വെള്ളം മാത്രം സെഡിമെന്റേഷൻ കഴിഞ്ഞിട്ട് മേലെ കിടക്കുന്ന വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ആ പ്രോസസ്സാണ് ഡീകാൻറ്റേഷൻ. ഈ ഡീകാൻറ്റേഷൻ നമുക്ക് വേറെ എവിടെ യൂസ് ചെയ്യാൻ പറ്റും? വെളിച്ചെണ്ണയും വെള്ളവും കൂടെ മിശ്രിതമുണ്ടെന്ന് വെക്കുക. വെളിച്ചെണ്ണയും വെള്ളവും കൂടെ മിക്സർ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ മേലെ കിടക്കും, വെള്ളം താഴെ കിടക്കും. എണ്ണ മേലെയും വെള്ളം താഴെയായിട്ട് കിടക്കും. അപ്പൊ മേലെയുള്ള എണ്ണ മാത്രം നമ്മളിങ്ങനെ ചെരിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാൻ പറ്റും. അതും ഡീകാൻറ്റേഷൻ പ്രോസസ്സാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോസസ്സാണ് ഫിൽട്രേഷൻ. ഇങ്ങനെ ഡീകാൻറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാലും ഈ ചെളിയിൽ കുറച്ചുകൂടി വെള്ളം ബാക്കി ഉണ്ടാവും. കംപ്ലീറ്റ്ലി വെള്ളം നമുക്ക് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ഫിൽട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ട് ഈ ചെളി മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിക്കും, ഫിൽട്ടർ പേപ്പറിലേക്ക് ഒഴിക്കും. അപ്പൊ വെള്ളം മാത്രം താഴെ കിട്ടും. ഫിൽട്ടർ പേപ്പറിൽ എന്ത് കിട്ടും? ഫിൽട്ടർ ചെയ്തിട്ടുള്ള ചെളി കിട്ടും. ഓക്കെ, വെള്ളം താഴത്തേക്ക് പോവും, ഫിൽട്ടർ ചെയ്ത ചെളി മേലെ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു 3 പ്രോസസ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോക്കാം, സെഡിമെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്താണ്? സെഡിമെന്റേഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ദ ഹെവിയർ കമ്പോണന്റ് ഓഫ് എ മിക്സ്ചർ settle down at the bottom of the mixture when left undisturbed for some times. Sedimentation is followed by decantation. Sedimentation കഴിഞ്ഞാൽ decantation ആണ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് മഡി വാട്ടർ. അത് കുറച്ച് സമയം സെറ്റിൽ ഡൗൺ ചെയ്തിട്ട് മഡ് താഴെയും വാട്ടർ, ക്ലീൻ വാട്ടർ മേലെയായിട്ട് കിട്ടും. അതാണ് സെഡിമെന്റേഷൻ. ഇനി ഡീകാൻറ്റേഷൻ എന്തായിരുന്നു? Decantation is used to separate two immiscible liquids. Immiscible liquids എന്ന് വെച്ചാൽ മിക്സ് ഡിസോൾവ് ചെയ്യാത്ത ലിക്വിഡ്സ് ആണ്, പരസ്പരം ഡിസോൾവ് ആവാത്തത്. പഞ്ചസാരയും ഉപ്പൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ ഡിസോൾവ് ആവും, അത് ഇമ്മിസിബിൾ അല്ല. ഇനി ചെളിയും വെള്ളവും തമ്മിൽ ഡിസോൾവ് ആവില്ല, വെളിച്ചെണ്ണയും വെള്ളവും ഡിസോൾവ് ആവില്ല. അങ്ങനെയുള്ള ലിക്വിഡ്സിനാണ് ഇമ്മിസിബിൾ ലിക്വിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ decantation is used to separate two immiscible liquids based on their different densities. Different densities ഉള്ള immiscible liquidsനെ സെപ്പറേറ്റ് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? decantation യൂസ് ചെയ്യുന്നത്. Different densities ഉള്ള immiscible liquids സെപ്പറേറ്റ് ചെയ്യാൻ. The denser liquid settle to the bottom. Denser liquid താഴെ വന്ന് സെറ്റിൽ ചെയ്യും. And the less dense liquid can be poured off. ലെസ് ഡെൻസ് ആയിട്ടുള്ള ലിക്വിഡ്സ് നമുക്ക് ഒഴിച്ച് കളയാൻ പറ്റും. അപ്പൊ ഡെൻസിറ്റി കൂടിയ ലിക്വിഡ് ഏതാണ്? വാട്ടർ ആയിരിക്കും. ഡെൻസിറ്റി കുറഞ്ഞത് ഓയിൽ ആയിരിക്കും അല്ലേ? എണ്ണയൊക്കെ ഡെൻസിറ്റി കുറവായതുകൊണ്ട് മേലെയാണ് കിടക്കുന്നത്, വെള്ളത്തിന്റെ മേലെ. ആ ഒരു ഡെൻസിറ്റി കുറഞ്ഞ എണ്ണയൊക്കെ നമുക്ക് ഇങ്ങനെ ഒഴിച്ച് കളയാൻ പറ്റും. അതാണ് ഈ ഒരു ഡീകാൻറ്റേഷൻ പ്രോസസ്. എക്സാമ്പിൾ എന്താ നോക്കാം. സെപ്പറേഷൻ ഓഫ് ഓയിൽ ഫ്രം വാട്ടർ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓയിലിൽ നിന്നും വാട്ടറിൽ നിന്നും ഓയിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതുകൂടാതെ സെപ്പറേഷൻ ഓഫ് ക്രീം ഫ്രം മിൽക്ക്, മിൽക്കിൽ നിന്നും ക്രീം സെപ്പറേറ്റ് ചെയ്യാൻ നോക്കാം. ദ ക്രീം റൈസസ് ടു ദ ടോപ്പ് ഓഫ് ദ മിൽക്ക് ഡ്യൂ ടു ഇറ്റ്സ് ലോവർ ഡെൻസിറ്റി. ഇറ്റ് ക്യാൻ ബി സ്കിംഡ് ഓഫ് ഓർ ഡീകാൻറ്റഡ്. അപ്പൊ മിൽക്കിലുള്ള ക്രീം, നമുക്ക് മേലെ കിടക്കുന്ന ക്രീം കളയണമെങ്കിൽ അതിനെന്ത് യൂസ് ചെയ്യാം? ഡീകാൻറ്റേഷൻ എന്ന പ്രോസസ്സ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ചായ, ഇത് മറ്റൊരു എക്സാമ്പിൾ ആണ്. ഡീകാൻറ്റേഷനുള്ള എക്സാമ്പിൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. ചായയുള്ള ചായപ്പൊടി അടിയിൽ കിടക്കും. ഈ ചായപ്പൊടിയിൽ നിന്നും ചായന്റെ വെള്ളം മാത്രം നമുക്ക് കിട്ടണമെങ്കിൽ എന്താ, ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. പോർ ചെയ്യാം അല്ലേ? അപ്പൊ അതാണ് ടീ ലീവ്സിനെ മാത്രം നമുക്ക്, ടീ ലീവ്സ് അവിടെ ലീവ് ബിഹൈൻഡ് ആയിട്ട് കിടക്കും. നമുക്ക് ചായ വെള്ളം പാത്രത്തിലേക്ക് കിട്ടും. ഇതൊരു ഡീകാൻറ്റേഷന് മറ്റൊരു എക്സാമ്പിൾ ആണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ ഏതാണ്? ഡീകാൻറ്റേഷൻ ചെളിവെള്ളം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ചെളിവെള്ളത്തിൽ നിന്നും വെള്ളം മാത്രം കിട്ടുന്ന പ്രോസസ്. ഇനി മറ്റൊന്ന്, അരി കഴുകുന്ന സമയത്ത് നമുക്ക് അരി വെള്ളം മാത്രം ഒഴിച്ചു കളയുന്നില്ലേ? അരി താഴെ കിടക്കും, വെള്ളം മാത്രം ഒഴിച്ചു കളയും. ഇതൊക്കെ ഡീകാൻറ്റേഷൻ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തൊരു പ്രോസസ് ഫിൽട്രേഷൻ ആയിരുന്നു. അപ്പൊ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു റിമൂവ് ഇൻസോല്യൂബിൾ കമ്പോണൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പോറസ് ഫിൽട്ടർ ലൈക്ക് ഫിൽട്ടർ പേപ്പർ. അപ്പൊ ഫിൽട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ട് ഇൻസോല്യൂബിൾ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. സ്ട്രെയിനർ, മസ്ലിൻ, ക്ലോത്ത്സ്. അപ്പൊ ഫിൽട്ടർ പേപ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രെയിനർ യൂസ് ചെയ്യാം, ക്ലോത്ത്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ക്ലോത്ത് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അരിയും വെള്ളവും കൂടെ, അരി കഴുകിയതാണെങ്കിൽ ക്ലോത്ത്, വൈറ്റ് ക്ലോത്തിൽ വെച്ചിട്ട് നല്ലോണം പിഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം പോയിട്ട് ക്ലോത്ത് മാത്രം കിട്ടും അല്ലേ? അപ്പൊ ഇതൊക്കെ ഫിൽട്രേഷൻ പ്രോസസ് ആണ്. ഇനി ദ ഫിൽട്ടർ ഈസ് സെലക്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ സൈസ് ഓഫ് ദ ഇൻസോല്യൂബിൾ കമ്പോണന്റ്. ഇൻസോല്യൂബിൾ കമ്പോണന്റിന്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ഫിൽട്ടർ പേപ്പർ യൂസ് ചെയ്യണം. അപ്പൊ ഇതാണ് ഫിൽട്ടർ പേപ്പർ. ഇങ്ങനെ ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ ഫിൽട്ടർ പേപ്പർ വെക്കും, ഫണൽ ഉണ്ടാവും. ഈ ഫണലിന്റെ ഉള്ളിലാണ് ഫിൽട്ടർ പേപ്പർ നമ്മൾ വെക്കുന്നത്. ഫിൽട്ടർ പേപ്പർ ചുരുട്ടി വെക്കുകയാണ് ചെയ്യുക. നോക്കാം,
ഇതാണ് ഫിൽറ്റർ പേപ്പർ. അപ്പൊ ഫിൽറ്റർ പേപ്പർ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് മടക്കിയിട്ട് എന്ത് ചെയ്യും, മടക്കിയിട്ട് ഫണലിലേക്ക് വെക്കും. ഫണലിൽ വെച്ചിട്ട് ആ ഫണൽ ഇങ്ങനെ താഴെ ഏതെങ്കിലും ഒരു പാത്രം വെക്കണം. നോർമലി ലാബ്സിൽ നമ്മൾ കോണിക്കൽ ഫ്ലാസ്ക് ആണ് യൂസ് ചെയ്യുക. അപ്പൊ പാത്രം വെച്ചിട്ട് മഡി വാട്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ചളി മാത്രം ഫിൽറ്റർ പേപ്പറിലേക്ക് നിൽക്കും, ബാക്കിയുള്ള വെള്ളം താഴത്തേക്ക് ഊർന്നിറങ്ങും. ഈ പ്രോസസ്സാണ് ഫിൽറ്റർ ചെയ്യുക എന്ന് പറയുന്നത്. അതാണ് ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുന്നത്. ഇനി മറ്റൊരു പ്രോസസ്സാണ്. അപ്പൊ മെത്തേഡ്സിൽ അടുത്ത പ്രോസസ്, സെപ്പറേഷൻ മെത്തേഡ്സിൽ അടുത്ത പ്രോസസ്സാണ് ചേണിങ് എന്ന് പറയുന്നത്. ചേണിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്, സെപ്പറേറ്റിംഗ് സോളിഡ് ഫാറ്റ് ഫ്രം ലിക്വിഡ് ബൈ അജിറ്റേറ്റിംഗ് ഓർ ഷേക്കിംഗ് ദ മിക്സ്ചർ. അപ്പൊ മിക്സ്ചർ നല്ലോണം ഷേക്ക് ചെയ്യുക അല്ലെങ്കിൽ അജിറ്റേറ്റ് ചെയ്തിട്ട് സോളിഡ് പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിനാണ്, സോളിഡ് ഫാറ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് എന്ത്, ചേണിങ് എന്ന് പറയുന്നത്. ചേണിങ്. അപ്പോ ചേണിങ് ക്രീം ടു മേക്ക് ബട്ടർ. ചേണിങ് ക്രീം ടു മേക്ക് ബട്ടർ. അപ്പൊ ക്രീമിന് നമ്മൾ ബട്ടർ ഉണ്ടാക്കുന്ന പ്രോസസ്സ് എന്താണ്, ചേണിങ് ആണ്. ബട്ടർ ഉണ്ടാക്കുന്ന പ്രോസസ് ചേണിങ് ആണ്. നോക്കിയേ, നമുക്കറിയാം മിൽക്ക് അല്ലെങ്കിൽ കേർഡാണ്. നമ്മൾ കേർഡിന് എന്ത് ചെയ്യും, നല്ലോണം ഇങ്ങനെ ഇളക്കിയിട്ടാണല്ലേ ബട്ടർ ഉണ്ടാക്കുന്നത്. ഈ ഒരു മോര് നമ്മൾ കലക്കിയിട്ട് തൈരാക്കി മാറ്റുക എന്ന് പറയില്ലേ, ആ ഒരു പ്രോസസ്സാണ് ഈ ഒരു പ്രോസസ്സ്. അപ്പൊ തൈരിനെ നല്ലോണം കലക്കുക, തൈരിനെ കലക്കിയിട്ട് നമ്മൾ ബട്ടർ ഉണ്ടാക്കും, നെയ്യ് എടുക്കുന്ന പ്രോസസ്സ്. അതാണ് ഈ ഒരു ചേണിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് ഇത്. ഓക്കെ. ഇനി മേക്കിംഗ് വിപ്ഡ് ക്രീംസ് ഒക്കെ ഉണ്ടാക്കുന്ന പ്രോസസ്സ് ചേണിങ് ആണ്. ക്രീംസ് ഉണ്ടാക്കുന്നത് ചേണിങ് പ്രോസസ്സ് വഴിയാണ് നമ്മൾ ക്രീംസ് ഉണ്ടാക്കി മാറ്റുന്നത്. ഓക്കെ. ഇനി മറ്റൊരു സെപ്പറേഷൻ മെത്തേഡാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, മാഗ്നറ്റിക് സെപ്പറേഷൻ യൂസ്ഡ് ടു യൂസ് എ മാഗ്നറ്റ് ടു അട്രാക്ട് ആൻഡ് സെപ്പറേറ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ ഫ്രം എ മിക്സ്ചർ. അപ്പൊ ഞാനൊരു ഇമേജ് കാണിച്ചു തരാം. ഈ ഒരു ഇമേജ് കണ്ടു. ഈ ഇമേജിൽ ധാരാളം വേസ്റ്റ് ആണ് ഇതുള്ളത്. നമ്മൾ കളക്ട് ചെയ്യുന്ന വേസ്റ്റസ് ഒക്കെ കുറെ ഉണ്ട്. അപ്പൊ ഈ വേസ്റ്റിൽ നിന്നും മാഗ്നറ്റിക് പാർട്ടിക്കിൾസ്, ഇരുമ്പൊക്കെ മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യൽ, ഇരുമ്പ് ടിന്നൊക്കെ അതുപോലെയുള്ള പാർട്ടിക്കിൾസിനെ മാത്രം നമുക്ക് കിട്ടണം. അതിനെന്ത് ചെയ്യും, ഒരു മാഗ്നറ്റ് ആണ് ഇത്. ഈ ക്രെയിനിൽ വലിയ മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. ഈ മാഗ്നറ്റ് ഈ ഒരു വേസ്റ്റിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് ഇരുമ്പായിട്ടുള്ള മാഗ്നറ്റിക് പാർട്ടിക്കിൾസിനെ മാത്രം അട്രാക്ട് ചെയ്യും. ഇരുമ്പ് ടിന്ന് പോലെയുള്ള പാർട്ടിക്കിൾസിനെ മാത്രം ഈ ഒരു ക്രെയിനിലെ മാഗ്നറ്റ് അട്രാക്ട് ചെയ്തെടുക്കുന്നതുണ്ടോ. ഈ ഒരു പ്രോസസ്സാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. അപ്പൊ മണ്ണിലൊക്കെ മാഗ്നറ്റിന്റെ പൊടി ഉണ്ടെങ്കിൽ, മൺതരിന്റെ കൂടെ മാഗ്നറ്റിന്റെ ഇരുമ്പിന്റെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മാഗ്നറ്റ് കൊണ്ടുപോയി കൊടുത്താൽ ആ ഇരുമ്പ് പൊടികൾ മാത്രം മാഗ്നറ്റിൽ അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു പ്രോസസ്സാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മാഗ്നറ്റിക് സെപ്പറേഷൻ? മാഗ്നറ്റിക് സെപ്പറേഷൻ യൂസസ് എ മാഗ്നറ്റ് ടു അട്രാക്ട്. മാഗ്നറ്റ് അട്രാക്ട് ചെയ്യും എന്തിനെ, എന്റെ സെപ്പറേറ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ ഫ്രം എ മിക്സർ. ഒരു മിക്സറിൽ നിന്നും മാഗ്നറ്റിക് മെറ്റീരിയൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സെപ്പറേറ്റിംഗ് അയൺ ഫൈലിങ്സ് ഫ്രം സാൻഡ്. ഒരു സാൻഡിൽ നിന്നും അയൺ ഫൈലിങ്സ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. റീസൈക്ലിംഗ് സ്റ്റീൽ ഫ്രം സ്ക്രാപ്പ് മെറ്റൽ. റീസൈക്ലിംഗ് സ്റ്റീൽ, നമുക്ക് സ്ക്രാപ്പ് മെറ്റൽസിൽ നിന്നും സ്റ്റീൽ റീസൈക്ലിംഗിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മാഗ്നറ്റിക് സെപ്പറേഷൻ യൂസ് ചെയ്യാൻ പറ്റും. റീസൈക്ലിംഗ് സ്റ്റീൽ ഫ്രം സ്ക്രാപ്പ് മെറ്റൽസ്. അപ്പൊ ആ ഒരു പ്രോസസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് റീസൈക്കിൾ ചെയ്തെടുക്കണമെങ്കിൽ ഇങ്ങനെ മാഗ്നറ്റിക് സെപ്പറേഷൻ വഴി ഈ ഒരു മാഗ്നറ്റൈസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, ഏതൊക്കെ, ഇരുമ്പ്, ടിന്ന്, സ്റ്റീൽ, ഇതൊക്കെ പോലെയുള്ളതൊക്കെ നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. CBSE 6 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഇവിടെ ട്യൂഷൻ ഒരുക്കുന്നുണ്ട്. അതായിട്ട് ഈ സബ്ജക്റ്റ് ഒക്കെ ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, ഹിന്ദി, സോഷ്യൽ സയൻസ് എന്നീ സബ്ജക്റ്റിലാണ് മെയിൻ ആയിട്ട് ട്യൂഷൻസ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ട്യൂഷന്റെ പ്രത്യേകത എന്താണ്, 6ാം ക്ലാസ് മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് 1-to-1 ട്യൂഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 1-to-1 എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലയിലുള്ള ട്യൂഷനാണ് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയുള്ള ഗുണം എന്താ, കുട്ടികൾക്ക് നല്ലോണം പഠിക്കാൻ പറ്റുമല്ലേ മക്കൾക്ക്. ഏറ്റവും നല്ല മെന്റർഷിപ്പോട് കൂടി ഓരോ ടീച്ചറിനോട് നമുക്ക് കൃത്യമായിട്ട് ഡൗട്ട് ചോദിച്ചിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ മാത്സിൽ ടഫുള്ള കുട്ടികളാണെങ്കിൽ മാത്സ് മാത്രം നിങ്ങൾക്ക് ഓപ്ഷൻ ആയിട്ട് തിരഞ്ഞെടുക്കാം. മാത്സ് മാത്രം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, മാത്സിന്റെ ക്ലാസ് മാത്രം. അങ്ങനെ ടഫ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാണോ ആ സബ്ജക്റ്റിന് ട്യൂഷൻ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൃത്യമായ മെന്റർഷിപ്പോട് കൂടെയുള്ള ട്യൂഷൻ ആയിരിക്കും. മെന്റർഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ഇവിടെ മെന്റേഴ്സും കൂടെ അവൈലബിൾ ആയിരിക്കും. മെന്റേഴ്സ് ഇങ്ങനെ ഡെയിലി ഗൈഡ് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ട്യൂഷൻ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. കൂടാതെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.